നമ്മൾ എങ്ങോട്ടാ പോണേ? മതം, രാഷ്ട്രീയം, കച്ചവടം, ഇത് മൂന്നും കൂടി ചക്ക കുഴയും പോലെ കുഴച്ചടിച്ചിരിക്കുകയാണ് ഇവിടെ. നമുക്ക് മതവും ഒരു അറിയത്തില്ല, രാഷ്ട്രീയവും അറിയത്തില്ല, കച്ചവടവും അറിയത്തില്ല. കച്ചവടവും ബിസിനസ്സും മതവും രാഷ്ട്രീയവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് മനുഷ്യനെ ഒരു വികലതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതവും രാഷ്ട്രീയവും തമ്മിൽ കൃത്യമായ അതിർവരമ്പുണ്ടാവണം. രാഷ്ട്രീയത്തിൽ വളരെ ഒരുപാട് രൂപത്തിൽ മതം ഇടപെട്ടാൽ പ്രശ്നമാണ്. മതത്തിന്റെ കാര്യങ്ങളിൽ രാഷ്ട്രീയം വല്ലാതെ ഇടപെട്ടാലും പ്രശ്നമാണ്. ജനങ്ങളെ എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ തലതെണ്ണി പറക്കി രാഷ്ട്രീയം കൊണ്ടുപോയാൽ എവിടെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുക? KPCC പ്രസിഡന്റ് ആരാകണം? ഇന്ന ന്യൂനപക്ഷത്തിൽ നിന്നാകണം, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ നിന്നാകണം. BJPയുടെ പ്രസിഡന്റ് ആരാകണം? ഇന്നതാളാകണം. മുഖ്യമന്ത്രി ആരാകണം? മന്ത്രിമാരാരാകണം? ഓരോ പൊസിഷനുകളിൽ ആരെത്തണം? അങ്ങനെ എത്തണമെന്ന് പറയുന്നതിനകത്തുള്ള ജാതിയുടെ സമവാക്യം എന്താണ്? മതത്തിന്റെ സമവാക്യം എന്താണ്? ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഗുണകരമാണോ? അപ്പോൾ അവിടെ കഴിവുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, ആരുടെയും കഴിവിനെ മാനിക്കപ്പെടില്ലല്ലോ. 3ഓ 4ഓ ജാതിക്കാരാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതികൾ. നായരും ഈഴവരും, പിന്നെ 5% വരുന്ന ബ്രാഹ്മിൺസും മുസ്ലിംസും ക്രിസ്ത്യാനികളും, അങ്ങനെ ഒരു 4ഓ 5ഓ സമുദായം എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി ആയി. ബാക്കിയുള്ള സമുദായക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? പിന്നെ കച്ചവടത്തിന്റെ കാര്യത്തിൽ, കച്ചവടം മറ്റ് വലിയ രൂപത്തിലാണ്. വികസനം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. എന്ത് വികസനത്തെ കുറിച്ച് പറയുമ്പോഴും അതിനകത്തൊരു കച്ചവട താല്പര്യം കയറി വരുന്നു. എന്ത് നാടാണിത്? മതമേതെന്നറിയില്ല, രാഷ്ട്രീയം എന്തെന്നറിയില്ല, കച്ചവടം എന്തെന്നറിയില്ല. ഇവയെല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞ് ഒരുതരം ഭ്രാന്ത് പിടിച്ച ലോകമായിട്ടാണ് കേരളം പോകുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ രൂപം കാണണമെങ്കിൽ ഇന്ന് ലോകത്ത് കേരളത്തിൽ വന്നാൽ മതി. നല്ല രസമാണ്. ഇവിടെ സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, ശാസ്ത്ര സംഘടനകൾ എല്ലാവരും നിശബ്ദരാണ്. അവരെല്ലാം 4 ക്ലാസ് കിട്ടുമോ ഒരു പവർ പോയിന്റുമായിട്ട് നടക്കുകയാണ്. 4 ക്ലാസ് കിട്ടിയാൽ അത്രയും സന്തോഷം. ഫാക്കൽറ്റി പ്രളയമാണ് കേരളത്തിൽ. പഠിപ്പിച്ച് 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 കേരളത്തെ ഈ നിലയിൽ എത്തിച്ചു. വല്ലാത്ത പഠിപ്പീരല്ലേ എല്ലാവരെയും. വികസനത്തിന്റെ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞ് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ല എന്നൊക്കെ പഠിപ്പിച്ച്, രാഷ്ട്രീയമാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നമെന്ന്, അല്ലെങ്കിൽ അരാജകത്വം എന്നൊക്കെ പഠിപ്പിച്ച് രാഷ്ട്രീയത്തെ മറ്റൊരു തലത്തിൽ കൊണ്ട് കെട്ടിയതിനു ശേഷം ഇപ്പൊ രാഷ്ട്രീയവുമില്ല, വികസനവുമില്ല, എല്ലാം കൂടി കൂടിക്കുഴഞ്ഞ് മതവും മതരാഷ്ട്രീയവും കച്ചവടവും കച്ചവട രാഷ്ട്രീയവുമായി കാലത്തെ കൊണ്ടെത്തിച്ചു. ഇത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഇത് വലിയ സാമൂഹ്യ പ്രതിസന്ധിയാണ്. ഇതാരാണ് ചർച്ച ചെയ്യുക? ഏത് പാർട്ടിക്കാണ് ഇതിന് അജണ്ടയുള്ളത്? ഏത് പാർട്ടിയാണ് ഇത് ചർച്ച ചെയ്യുന്നത്? ഇവിടെ വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയിൽ എന്ത് കാണിച്ചു? എന്ത് കാണിക്കാൻ പാടില്ലായിരുന്നു? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, മലപ്പുറം ജില്ലയിൽ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ ഓരോ സില്ലി കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതു അറ്റൻഷൻ മാറ്റി സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അപകടത്തിലേക്ക് പോകുന്ന കാഴ്ചപ്പാട് ആരും ചർച്ച ചെയ്യാതെ പോകുന്നു. ഇത് ഗുരുതരമാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്ലേഗ് പോലെ എന്നാണ് പൊട്ടിപ്പുറപ്പെടുക എന്ന് നമുക്കറിയില്ല. മതസംഘർഷങ്ങളാണ്. മതവും രാഷ്ട്രീയമായി കൂട്ടിക്കൊഴിഞ്ഞു കിടക്കുകയാണ്. ഇണപിരിയാതെ ഇണക്കിളികളെ പോലെ ആയി മാറി. അതിന്റെ കൂടെ കച്ചവടവും കയറി വന്നിട്ടുണ്ട്, കച്ചവട താല്പര്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. വികസന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കച്ചവട പ്രോജക്റ്റുകളാണെന്ന്. ഇതെന്താണ് നാട്ടിൽ സംഭവിക്കുന്നത്? അപ്പൊ തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടണം. മതത്തിന് മതത്തിന്റെ വഴിക്ക് വിടണം. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് തികച്ചും വ്യക്തിപരമായി വിടണം. അതിനൊരു സാമൂഹ്യ വിഷയമാക്കി കൊണ്ടുവരരുത്. പഴയ കാലത്ത് ശൂദ്രന്മാർക്ക് നായന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും കഥയൊക്കെ പഴയ നൂറ്റാണ്ടിലെ കഥകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ കുറെ ആളുകൾ പഴയ നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ്, രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഋഗ്വേദത്തിലെയും ആ കാലത്തെയും, അന്നത്തെ ബ്രാഹ്മണൻ അങ്ങനെയായിരുന്നു, ശൂദ്രൻ ഇങ്ങനെയായിരുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ, അതെല്ലാം എടുത്തുകൊണ്ട് വരിക, അലക്കുകയാണ്. മനുഷ്യരെ ജാതിപരമായി ചിന്തിപ്പിക്കാൻ, മതപരമായി ചിന്തിപ്പിക്കാൻ എല്ലാ കലാരൂപങ്ങളെയും സോഷ്യൽ മീഡിയയും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഗൗരവമായി പുതിയ ലോകം ചിന്തിക്കുന്നത്. ഇത് ഒരു തരം അരാജകത്വമാണ്, അരക്ഷിതാവസ്ഥയാണ്.
പുതിയ തലമുറയ്ക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. തീർച്ചയായിട്ടും തിരിച്ചറിയുക, ഇത്തരം വിഷയങ്ങളോട് നമ്മൾ ബൈ ബൈ പറയേണ്ട സമയം കഴിഞ്ഞു. മതത്തിനെ മതത്തിന്റെ വഴിക്ക് വിടുക. അത് വ്യക്തിയധിഷ്ഠിതമാണ്. രാഷ്ട്രീയം സാമൂഹ്യാധിഷ്ഠിതമായ ഒരു വിഷയമാണ്. കച്ചവടം മറ്റൊരു മേഖലയാണ്. അതിനെ അതാതിന്റെ മേഖലയിലേക്ക് വിടണം. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഒരുതരം കൺഫ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്ത് അവരവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ആരോടിയാലും എല്ലാവരും വീണു പോകുമെന്ന് തിരിച്ചറിയണം. ആ വീഴ്ചയിൽ ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാലവും ചരിത്രവും നമ്മോട് പറയുന്നത്.